ഹലോ, നല്ല നമസ്കാരം. ടോസ്റ്റിക് ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് യാഷിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കതിനെ കുറിച്ച് ഒന്ന് കണ്ടിട്ട് ബാക്കി വന്ന് തള്ളി മറിക്കാം. ഓക്കേ. My son to have a peaceful burial. Do you think he'll come? I don't think so. Nobody's so insane. മോനെ വന്നടാ. അയ്യോ, ശ്മശാന പട്ടിയാണല്ലോ. Just a fucking drunkard. Hey, what's he doing? ഓ, ഇലക്ട്രിക്കൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ. ഓ, സെക്സാ. ഓക്കെ. ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയുള്ള സ്പാർക്കിങ്. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ. മൈ ഗോഡ്. ഓ, സെക്സി. അയ്യ. ശ്മശാന മൂകത. എത്തിയടാ KVN. രാജൊക്കെ കിടില്ല. വയ്യ. തീ ഏറ്റമ്മ ഇത്. മോനെ, ഹാപ്പി ബർത്ത്ഡേ. ഓ, റോക്കിംഗ് സ്റ്റാർ യാഷ് മോനെ. കിട്ടില്ല മോനെ. Daddy's home. തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എല്ലാം ഉണ്ട്. 19/3/2026. ഓക്കെ. എൻ്റെ മോനെ, കിടിലം വെച്ചാൽ കിടിലം. മാർച്ച് 19 തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും യാഷിൻ്റെ ലുക്ക് ഉണ്ടല്ലോ മോനെ, KGFന് ശേഷം വരുന്ന യാഷിൻ്റെ ആ ഒരു പുതിയ സ്റ്റൈലിഷ് ലുക്കിനെ കുറിച്ച് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സാധനം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാഗുണ്ടല്ലോ, സ്ലോ മോഷൻ സീനുകളൊക്കെ കിട്ടില്ല, ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമ അഡൽസ് ഒള്ളിയാണെന്ന് തോന്നുന്നു. കാരണം ഇതിൽ തന്നെ ടീസറിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ സിനിമയിൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും എനിക്ക് തോന്നുന്നത് ആ ബോംബ് പൊട്ടാൻ വേണ്ടിയുള്ള ആ പ്രഷറിങ്, അത് ഒരു സെക്സ്വൽ ആയിട്ടുള്ള ഒരു ബ്രൂട്ടൽ അറ്റാക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ത് കിടിലമായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഒരു പ്രായമായ ഒരു മനുഷ്യൻ, നല്ല ജിമ്മായിട്ടുള്ള നല്ല ബോഡിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് കയറി വരുന്നു. അദ്ദേഹം വയർ കണക്ട് ചെയ്യുന്നു, ആ കാറിനകത്ത് പരിപാടി നടക്കുന്നു. കിടില സാധനം കേട്ടാ മോനെ. അവസാനത്തെ ആ ഒരു കിടിലം മച്ചാൻ്റെ ആ ഒരു വരവുണ്ടല്ലോ, തോക്കം പൊക്കി പിടിച്ചിട്ട് തോളിൽ വെച്ചിട്ടുള്ള ഒരു വരവുണ്ടല്ലോ, സൂപ്പർ. ഒരു ഗാങ്സ്റ്റർ കഥയായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ എന്തെങ്കിലും ലോജിക്ക് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡൈനാമിക് സീൻ, അത് എന്തോ സംതിങ് റോങ്, അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മൊത്തത്തിൽ ഒരു കിടിലം. ഒരു ശ്മശാനത്തിൽ നടക്കുന്ന ഒരു ശവസംസ്കാര ചടങ്ങ്, അവിടെ എത്തുന്ന അജ്ഞാതനായിട്ടുള്ള റോളാണ് യാഷിൻ്റെ. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ്
ടീസറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നത് യാഷിൻ്റെ മാസ് എൻട്രി. റയ ഓർ റിയ സംതിങ് ഇസ് നെയിം, ഐ ഡോണ്ട് നോ, എന്ന പേരിൽ പരിചയപ്പെടുത്തുകയാണ്. യാഷിൻ്റെ ആ കഥാപാത്രം വളരെ പവർഫുള്ളാണ് എന്ന് ഡാഡീസ് ഹോം എന്ന ആ ഡയലോഗിൽ തന്നെ മച്ചാൻ്റെ എൻട്രി സൂപ്പർ. ഒരുപക്ഷെ KGF ശേഷം വലിയൊരു സിനിമയായിരിക്കും ഇത്, യാതൊരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി, അതോടൊപ്പം തന്നെ ഇത് കളർ ഗ്രേഡിങ്ങും കിട്ടില്ല സാധനം. ആ തീയൊക്കെ കത്തുന്നതിൻ്റെ ഇതും ആ ഒരു ശ്മശാനത്തിൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, കിടിലം കളറിങ്ങാണ്, നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നമ്മളങ്ങ് പിടിച്ചിരുത്തും എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ KGF അതേ കളർ ടോണാണ് ഇതിലും പിടിച്ചിരിക്കുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡാണ് മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത്. നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും KGF ശേഷം ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ്, ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗീതു മോഹൻദാസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഇതൊരു ഡ്രാമ എന്നതിനപ്പുറം ഒരു ആക്ഷൻ മൂവി കൂടെയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സാധനം ഇവിടെ നിന്ന് ഗീതു തരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ യാഷിൻ്റെ ആ ഒരു പിന്നെ ആക്ഷൻ സാധനം നമുക്ക് കിട്ടണം. ആ സാധനം കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്കും കട്ട വെയിറ്റിംഗ് ആണ്. കാര്യം വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നാലും സാധനം പൊളിയാണ്, സൂപ്പർ. ഇനിയും വരാൻ കിടക്കുകയല്ലേ സാധനങ്ങൾ. മാർച്ചിന് മുമ്പ് ഇനിയും സാധനങ്ങൾ കിടക്കുകയല്ലേ. അതുകൊണ്ട് ഇത് സൂപ്പറായിരിക്കും, കിടിലം.